ഈ നാടിനും നാട്ടാർക്കും അപമാനത്താൽ തല കുനിക്കാൻ അവസരം വരുത്തിയ വിവരദോഷി ഒന്നാം വാർഡിലെ മെമ്പറെ, മാപ്പു പറയൂ മെമ്പറെ, ഒന്നാം നേരിയ വോട്ടിന് ജയിച്ചൊരുത്തൻ പറയുന്നു, വോട്ട് ചോദിച്ച സ്ത്രീകളെല്ലാം കാഴ്ചവെക്കും സ്ത്രീകളെന്ന് ഈ നാടിനും നാട്ടാർക്കും അപമാനത്താൽ തല കുനിക്കാൻ അവസരം വരുത്തിയ വിവരദോഷി ഒന്നാം വാർഡിലെ മെമ്പറെ, മാപ്പു പറയൂ മെമ്പറെ, മുസ്ലിം സ്ത്രീകളെ തെരുവിലിറക്കി മതിൽ കെട്ടിയ CPM ലോക്കൽ ഒരുത്തൻ പറയുന്നു, പെണ്ണ് വീട്ടിലിരിക്കണമെന്ന്. ഇന്ത്യ ടുഡേയിൽ, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർഡ് മെമ്പറെ ഫോട്ടോ പതിച്ച് ലോക്കലിന്റെ തെറിപ്പാട്ട് രാജ്യമാകെ കറങ്ങുമ്പോൾ നാണമില്ല CPM വഷളന്മാരെ മെമ്പറാക്കാൻ. നാട് മുഴുവൻ നാണം കെട്ടു. വനിതാ ലീഗ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, എന്നും ജയിക്കും സ്വന്തം വാർഡിൽ തട്ടിമുട്ടി ജയിച്ചൊരുത്തൻ. വനിതാ ലീഗിൻ പ്രവർത്തകരെ MM മണിയുടെ ഭാഷയിൽ വന്ന് തെറി വിളിച്ചത് കേട്ടില്ലേ? ഒന്നാം നേരിയ വോട്ടിന് ജയിച്ചൊരുത്തൻ പറയുന്നു, വോട്ട് ചോദിച്ച സ്ത്രീകളെല്ലാം കാഴ്ചവെക്കും സ്ത്രീകളെന്ന് ഈ നാടിനും നാട്ടാർക്കും അപമാനത്താൽ തല കുനിക്കാൻ അവസരം വരുത്തിയ വിവരദോഷി ഒന്നാം വാർഡിലെ മെമ്പറെ, മാപ്പു പറയൂ മെമ്പറെ, വിജയാഘോഷം പേര് പറഞ്ഞ് ഒന്നാം വാർഡിലെ ലോക്കല് മൈക്ക് വെച്ച തെറിപ്പാട്ടിൽ ഈ ദേശത്തിന്റെ, ഈ നാടിന് അപമാനത്താൽ തല താഴ്ത്തുമ്പോൾ കേരളമാകെ രാജ്യമാകെ ലോക്കലിന്റെ തെറിപ്പാട്ട് വാർത്തയാണ് നാട്ടാര്. UDF സിന്ദാബാദ്, വനിതാ ലീഗ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. UDF സിന്ദാബാദ്. ഒന്നാം വാർഡിലെ UDF വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, റിസൾട്ടും കഴിഞ്ഞു, പ്രകടനങ്ങളൊക്കെ നാട്ടിലാകെ നടക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരുമിച്ച് കൂടലിലേക്ക് എത്തിയ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒന്നാം വാർഡില് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് LDF ഇടതു സ്വതന്ത്രരാണ് മത്സരിക്കുന്നതും വിജയിക്കുന്നതും. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDF ഇടതു സ്വതന്ത്രർ ഇവിടെ ജയിച്ചത്. തെന്നലയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള സയ്യിദ് അലി മജീദ് കളമ്പളപ്പിലാണ് നമ്മളുടെ പ്രിയപ്പെട്ട പീച്ചിയോട് 47 വോട്ടിന് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അവരവരുടെ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് ഈ വഴിത്താരയിലാകെ അവർ ഇന്നലെ പ്രകടനം നടത്തുകയുണ്ടായി.
ഒന്നാം വാർഡിലെ വനിതാ ലീഗ് പ്രവർത്തകരെ മാത്രമല്ല, കേരളത്തിലുള്ള മുഴുവൻ പ്രവർത്തകരെയും, അത് സ്ത്രീയായി പിറന്ന മുഴുവൻ പ്രവർത്തകരെയും അപമാനിക്കുന്ന തരത്തിൽ തെന്നലയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ്. എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നാടിന് ഒരു പേരുണ്ടായിരുന്നു, ഈ നാടിനൊരു പ്രസിദ്ധിയുണ്ട്. തെന്നല എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ആളുകൾ അഭിമാനത്തോടെ നോക്കിക്കണ്ടിരുന്ന ഒരു നാട് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാൻ തക്ക കാര്യത്തിലേക്ക് തെന്നലയുടെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എത്തിച്ചു എന്നുള്ളത് അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശുദ്ധമായ സ്ത്രീ വിരുദ്ധതയാണ് ഇന്നലെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ. ഇവിടെ വീണ്ടും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറയുന്നില്ല. കാരണം അത്രത്തോളം തരം താഴാൻ നമ്മൾ ആരും, നമ്മളുടെ പാർട്ടിയും നമ്മളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. ജയം തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കുകയും, പരാജയമാണെങ്കിൽ അത് ഏറ്റുപറയുകയും, ആ പരാജയത്തെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ തക്ക പ്രവർത്തനവുമായിക്കൊണ്ടാണ് UDF ഇവിടെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോഴാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിലെ പുരോഗമനം മാത്രം പറയുന്ന ആളുകളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിൽ നിന്ന് ഇത്രത്തോളം വിഷം, ഈ വീണ വിഷം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, മനുഷ്യർക്കാകെ, മനുഷ്യ സമൂഹത്തിനാകമാനം അപമാനമായിട്ടുള്ള ഒരു കാര്യം. ഇത്രത്തോളം സ്ത്രീ വിരുദ്ധത വെച്ച് പുലർത്തുന്ന ഒരാള് ജനപ്രതിനിധിയായി വന്നാൽ നമ്മുടെ നാടിന്റെ ഗതി എന്താകും? ചോദ്യചിഹ്നമാണ്. ഇതിനെ ഓൺ ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാണോ? ഈ ഒരു പ്രസ്താവനയെ ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇടതുപക്ഷം തയ്യാറാണോ എന്ന ചോദ്യവും കൂടെ ഇവിടെ ഉയർത്തുന്നുണ്ട്. തെന്നലയിലെ മജീദ് എന്ന് പറയുന്നത് ഒന്നാം വാർഡിലെ മെമ്പർ മാത്രമല്ല, മുതിർന്ന നേതാവ് കൂടിയാണ്. മനസ്സിലാക്കണം, ഇപ്പോൾ ഈ 21-ാം തീയതി അധികാരത്തിലേറുന്ന നമ്മളുടെ തെന്നല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട ഒരു മനുഷ്യന്റെ നാവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള, അങ്ങേയറ്റം മ്ലേച്ഛകരമായിട്ടുള്ള വാക്കുകൾ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, UDFന്റെ നേതാക്കള്, UDFന്റെ പാനലിൽ ജയിച്ചു വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധി പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ തയ്യാറല്ല. ഇവിടെ ഉറപ്പിച്ചു പറയുന്നു, അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ നാട് പോകാൻ പാടില്ല. ഇത്തരത്തിലുള്ള വിഷം ചീറ്റുന്ന ആളുകളെ നാട്ടുകാർ തന്നെ ബഹിഷ്കരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ജമീലാത്ത മത്സരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടിനെ ഞങ്ങൾ ജയിക്കും. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ എപ്പോഴും അഭിമാനത്തോടെ, അവരുടെ സ്വത്ത് ബോധത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പാർട്ടിയാണ് നമ്മളുടെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ഒരാളെയും വ്യക്തിഹത്യ നടത്താൻ നമ്മളുടെ പാർട്ടിയോ നമ്മളുടെ പ്രവർത്തകരോ ഇതുവരെ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള വാർഡുകളിലൊക്കെ വമ്പിച്ച വിജയം നമ്മൾ നേടിയപ്പോഴും ഒരു വ്യക്തിയുടെ പേരിൽ പോലും ഒരു വ്യക്തിഹത്യ നടത്താതെ നമ്മളുടെ പ്രവർത്തകരും നമ്മളുടെ നേതാക്കളും നമ്മളെ അത്രത്തോളം ശ്രദ്ധയോടെ ആ കൈകാര്യങ്ങളിൽ ഇടപെട്ടത്. അപ്പോഴാണ് ഒരു നാടിനും മുഴുവൻ അപമാനകരമാകുന്ന രീതിയിലുള്ള പ്രസ്താവന കൊണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, സാധാരണ ഒരു പ്രവർത്തകനല്ല, നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണ ഒരു പ്രവർത്തകനല്ല ഇത്തരത്തിലുള്ള പരാമർശം ഉന്നയിച്ചിട്ടുള്ളത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അയാൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയം ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം എത്രത്തോളം സേഫ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. ഒരു മെമ്പർ ആകെ ജയിച്ച തുച്ഛമായ സീറ്റിൽ ഉയർന്നു നിൽക്കുന്ന പോസ്റ്റിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഉയർന്ന ഒരു നേതാവ് എന്ന് വിളിക്കുന്ന ഒരാൾ ഇന്നലെ ഒരു വിദേശ പ്രസംഗം നടത്തുമ്പോൾ DYFIന്റെ നേതാവ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, നമ്മളൊക്കെ തെന്നലയുടെ CPMന്റെ മുഖം അല്ലെങ്കിൽ DYFIയുടെ മുഖം എന്നൊക്കെ പറയുന്ന ഇസ്മായിൽ തോണ്ടാലി അടക്കം അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിട്ട് ഒന്ന് കൈ ഉയർത്തി അത് തിരുത്താൻ, ഒന്ന് പറയാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രത്തോളം ഇവരുടെ രാഷ്ട്രീയം നമ്മളുടെ നാട്ടിൽ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെയാണ് CPMനെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് നമ്മൾ അഹോരാത്രം പറഞ്ഞത്, അഹോരാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം നിങ്ങൾക്കറിയാം, വൈകുന്നേരമാണ്, എല്ലാവർക്കും മറ്റു പല തിരക്കുകൾ ഉണ്ടാകും. തെന്നലയിലുള്ള
വനിതാ ലീഗിന്റെയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ, അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെറും ലോക്കൽ ആവരുത്, ലോ ലെവലിലേക്ക് പോകരുത് എന്ന് വിളിച്ചു പറയാൻ മാത്രമല്ല, ജയിച്ചിട്ടുള്ള 1-ാം വാർഡിൽ നിന്ന് അയാളെ രാജിവെപ്പിച്ചുകൊണ്ട് പുതിയൊരു ജനവിധി തേടാൻ തയ്യാറാകണമെന്നുള്ള പ്രഖ്യാപനത്തിനും കൂടെയാണെന്ന് ഇവിടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഇതൊരു വെല്ലുവിളിയാണ്, നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം. തിരുത്തലോ കേവലം മാപ്പ് പറച്ചിലോ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. മുമ്പ് CPMന്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെയുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ മണിയാശാന് കൊടുത്തതുപോലത്തെ ഒരു അവകാശവാദങ്ങളും ഒരു അധികാര പരിധിയും ഇയാൾക്ക് കൊടുക്കേണ്ട. തെന്നലയിലുള്ള മണിയാശാനായിക്കൊണ്ട് അങ്ങനെ CPMന്റെ ലോക്കൽ സെക്രട്ടറി ഇവിടെ വാഴേണ്ടതില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ കോട്ടയിൽ ഒരവസരം തന്നാൽ വീണ്ടും മത്സരിക്കാനും വിജയം കൈവരിക്കാനും കൂടി ഞങ്ങൾ ശക്തരാണ് എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടി ഓർക്കേണ്ടതുണ്ട്, അയാൾക്ക് വോട്ട് ചെയ്ത സ്ത്രീകളെ വരെ അയാൾ അപമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുപ്രവർത്തകരായി നിൽക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും അപമാനകരമാണ്. ഇന്നെങ്ങാനും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടില്ല എങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ശരിയായിരുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് കാര്യങ്ങൾ പോകും. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങൾ ആരും അയാൾ പറഞ്ഞ ആ കാര്യത്തിന് പോകുന്നവരല്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ആശയത്തെ കാരുണ്യ വറ്റാതെ സഹനത്തോടെ സ്നേഹത്തോടെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരാണ്. ഞങ്ങൾ ഒരു മോഹന വാഗ്ദാനങ്ങളിലും വീണുപോയിട്ടില്ല. ഞങ്ങൾ ഒരു മോഹന വാഗ്ദാനങ്ങളിലും വീണുകൊണ്ട് നിങ്ങൾ നൽകുന്ന പണമോ അധികാരമോ കണ്ടുകൊണ്ട് നിൽക്കുന്നവരല്ല. ഈ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് മുഖ്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മനോഹരമായിട്ടുള്ള ചടങ്ങിനുള്ള ഈ ഒരു പ്രതിഷേധ സംഗമത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്. പ്രിയ വിജയത്തിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് മലപ്പുറത്തുകാരിയായ കോടൂർക്കാരിയായ എനിക്കറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ അതറിയാം. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പ്രതികരിക്കുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുമില്ല. നിങ്ങളൊക്കെ അതിന്റെ അനുഭവസ്ഥരാണ് എന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇന്നലെ ഇങ്ങനെ ഒരു ആഘോഷ അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റിയുടെ ആഘോഷ പരിപാടിയിൽ ഞങ്ങളുടെ പ്രിയങ്കരിയായ ജമീലത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും പ്രസംഗവും പാണക്കാട്ട് തങ്ങന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഒക്കെ നടത്തി എന്നുള്ളത് നമ്മുടെ ലോകത്തെ അങ്ങോളം ഇങ്ങോളം ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് ഞങ്ങളൊക്കെ ഇവിടെ എത്താൻ കാരണം അത് തന്നെയാണ്. നമ്മുടെ വീട്ടില് സ്ത്രീകളുണ്ട്. ഇവിടെ പ്രസ്താവന നടത്തിയ ബഹുമാന്യനായ മെമ്പർ എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് ഭാര്യയുണ്ട്, സഹോദരിയുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്. ആ മക്കളെയും മരുമക്കളെയും ഒക്കെ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹം വാക്കായി പ്രവചിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊന്നും അത്തരക്കാരല്ല. നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയാകട്ടെ, മഹിളാ കോൺഗ്രസിന്റെ നമ്മുടെ സഹോദരിമാരാകട്ടെ, നമ്മളൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ മലപ്പുറം ജില്ലക്ക് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനതയ്ക്ക് അഭിമാനമായി വർത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നുള്ള നമ്മുടെ പ്രിയങ്കരായ ഉദ്ഘാടകയും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകയും ഒക്കെ വളരെ ഏറെ തിരക്കിനിടയിലാണ് നമ്മുടെ ഇടയിലേക്ക് ഓടി വന്നിട്ടുള്ളത്. അവർ നിങ്ങളോട് സംസാരിക്കും. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനാധിപത്യ വിശ്വാസികളായ നമ്മളൊക്കെ നമ്മുടെ വോട്ട് കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഭൂരിപക്ഷം സീറ്റുകളും നേടി നമ്മൾ അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഈ കൊടക്കല് പ്രദേശത്ത് തന്നെ എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരി യാസ്മിൻ കേരളത്തിൽ അങ്ങോളമില്ല ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ച് 33,835 വോട്ടിന് നമുക്ക് അവകാശിയായിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊക്കെ സ്ത്രീകളാണ്. സ്ത്രീകളുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ഈ ലോക്കൽ സെക്രട്ടറി ജയിച്ചു വന്നിട്ടുള്ളത്. ജയിച്ചു. ഇനി പഞ്ചായത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളോടും അതുപോലെ തന്നെ കുട്ടികളോടും ഒക്കെ പെരുമാറേണ്ട രീതി അവർക്കറിയില്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതാണ് വനിതാ ലീഗിന് പറയാനുള്ളത്. ഈ ഒരു ചെറിയ
വീഡിയോ കൊണ്ട് പേടിക്കുന്നവരല്ല. പ്രിയപ്പെട്ട ജമീലാത്തനോട് പറയാനുള്ളത് ഇതൊരു സൂചന മാത്രമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ വനിതാ ലീഗിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും മഹിളാ നേതാക്കളും പ്രവർത്തകരും അണിനിരക്കുമ്പോൾ നമുക്ക് ഈ ജില്ലയിൽ നിന്ന് 50,000, 60,000, 1,00,000 വരെ ആളുകളെ ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഇതൊരു സൂചന മാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ജമീലാത്തക്ക് എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകിക്കൊണ്ട് നമ്മുടെ ഈ കൊടക്കല്ല് പ്രദേശത്ത് ഇനിയും ഇലക്ഷൻ വരും. ആ ഇലക്ഷനിലൊക്കെ നമ്മൾ മത്സരിക്കും, നമ്മൾ വിജയിക്കും. തെന്നല പഞ്ചായത്തിലെ ഭരണം നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം നമ്മുടെ കയ്യിലുണ്ട്. 4 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മുടെ കൈകളിലേക്ക് വരാനുള്ള സൂചനയായിട്ട് നിങ്ങൾ ഈ പ്രതിഷേധിച്ച് കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനീയ സംസ്ഥാന വനിതാ ലീഗിന്റെ വൈസ് പ്രസിഡന്റും നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് 11-ാം തീയതി ജനവിധി തേടി വിജയിച്ചു വന്ന പ്രിയപ്പെട്ട ഷാഹിന നിയാസിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് UDF. ഇന്ന് ഇവിടെ കൂടിയത് എന്നുള്ളത് ഒന്ന് പറയാണ്. ആദ്യം തന്നെ എൻ്റെ പ്രിയങ്കരികളായിട്ടുള്ള വനിതാ ലീഗിലെയും മഹിളാ കോൺഗ്രസിലെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, തെന്നല നിവാസികളെ, ഏറ്റവും ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് എന്താണ് പറയേണ്ടതും മുഖമടച്ച അടികളും കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതില്ല. പക്ഷേ ആ മെമ്പറോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത്? ആ വീഡിയോയിൽ നമ്മൾ കേട്ട വാക്കെന്താ? പറയാൻ നമുക്കൊക്കെ അറക്കുന്ന വാക്കാണ് അയാൾ ഉപയോഗിച്ചത്. അവരൊക്കെ വീട്ടിലെ തറവാടികളായിട്ടുള്ള ആളുകളെ കെട്ടിക്കൊണ്ടുവന്നത് വീട്ടിലെ ആൺകുട്ടികളുടെ കൂടെ കിടക്കാനും അതിന്റെ പുറമെ അവർക്ക്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണോ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ വിമാനം പറത്തുന്നത്? ഈ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾ വിമാനം പറത്താനുള്ള രൂപത്തിലേക്ക് ഈ പെൺകുട്ടികളെ കരുത്തുറ്റതാക്കിയതും വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിയതും മലപ്പുറത്തെ പെണ്ണുങ്ങൾ തന്നെയാണോ? അതിലുപരി മുസ്ലിം ലീഗിലെയും ഐക്യ ജനാധിപത്യ മുന്നണിയിലെയും പെണ്ണുങ്ങൾ തന്നെയാണോ എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണോ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഒരു വിജയിച്ച വിജയാഹ്ലാദം, അത് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 1 മാസമായി നമ്മൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിച്ച് ഇവിടെ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. വിജയിച്ച ഒരു മെമ്പറുടെ വിജയാഹ്ലാദ പ്രകടനം അത് അതിൻ്റെ രൂപത്തിലേക്ക് കടക്കാതെ ആ പാർട്ടിയെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ആ മെമ്പർ പോയി എങ്കിൽ, ആ പാർട്ടിയിലെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെയും പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ആ മെമ്പർ പോയി എങ്കിൽ, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങളെ പറയുന്ന ഒരു പേരുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ പറയുന്നില്ല, അതിവിടെ ഉള്ളവർക്ക് ഗണിച്ചാൽ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് തന്നെയാണ് നിങ്ങളുടെ തോൽവിയുടെ തുടക്കം. നാളെ രാവിലെ തുടങ്ങും നിങ്ങളിൽ ഓരോരുത്തരും ഇതുപോലെയുള്ള പ്രസ്താവനകളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും. ഒരു കാലത്തുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാനിപ്പോ ഇങ്ങനെ നോക്കുകയായിരുന്നു, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒരു സരസനായ, ഭയങ്കരമായിട്ട് തമാശ പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ നടുവിൽ നിൽക്കുന്ന ആള്, വളരെ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. ആ കാലഘട്ടത്തിലും ഉണ്ടായി സ്ത്രീകളെ ഇതുപോലെ പരിഹസിക്കുന്ന ഒരു പരാമർശം. അത് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ ഒരു സർക്കാർ അധികാരത്തിൽ വന്നത് സ്ത്രീ സുരക്ഷയുടെ പേരുകൾ പറഞ്ഞ, സ്ത്രീകളെ കൂട്ടുപിടിക്കുന്ന, സ്ത്രീകളുടെ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ, എന്നിട്ട് എന്ത് സ്ത്രീകളുടെ സംരക്ഷണം, എന്തൊരു അഭിമാനമാണ് നിങ്ങൾ സ്ത്രീകളുടേതായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ പറഞ്ഞു, നമ്മളുടെ കേസിലെ, നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൽ എന്താണ് അവർക്ക് കിട്ടിയ നീതി? ഇവിടെ പണക്കാരുടെ കൂടെ നിങ്ങൾ അങ്ങനെ അഴിഞ്ഞാടി കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും വെല്ലുവിളിച്ചതിന്റെ മറുപടിയാണോ ഈ ഇലക്ഷനിൽ ഈ കേരളത്തിലെ സ്ത്രീകൾ നിങ്ങൾക്ക് തന്നത്? നിങ്ങളുടെ തോൽവിയല്ല, എവിടെയും നിങ്ങൾ തോൽക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് വോട്ടിൽ ഒരു നഷ്ടവും വന്നിട്ടില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? ഏതൊരു 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലായി ഒരുപാട് അധപ്പതിച്ച ഒരു പാർട്ടിയും അതുപോലെ തന്നെ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിലും ആ രീതിയിലുള്ള അധപ്പതനം വന്നിട്ടും നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലാവുന്നില്ല.
എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, ഞങ്ങളെ കൊണ്ട് ഇനി കൂടുതൽ നിങ്ങൾ പറയിപ്പിക്കരുത്, ഞങ്ങളെ കൊണ്ട് ഇനി കൂടുതൽ പണിയെടുപ്പിക്കരുത്. ഇവിടെ ഒരു മാസക്കാലമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും മുന്നണിയെയും വിജയിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം അഹോരാത്രം കഠിന പരിശ്രമം, അത് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പരിശ്രമമല്ല. ഓരോ വീട്ടിലും പോയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഓരോ വീട്ടമ്മമാരും അനുഭവിക്കുന്ന വിലക്കയറ്റം പോലുള്ള ദുരിതങ്ങളും ഓരോ വീട്ടിലും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് നേടിയത്, ഞങ്ങൾ വോട്ട് ചോദിച്ചത്. അത് ഈ നാട്ടിലെ വീട്ടമ്മമാർക്ക് മനസ്സിലായി. അതിലുപരി നിങ്ങൾ ചെയ്തത് എന്താണോ? വന്ന് 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 ജനങ്ങളെ ആക്രമിക്കുന്നതിന് പകരം നമ്മുടെയൊക്കെ വിശ്വാസത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഏതൊരു സമയത്തും ഹൃദയം പൊട്ടിയിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അവനവന്റെ വിശ്വാസത്തിൽ അവനവന്റെ ദൈവത്തിൽ നമ്മൾ മനസ്സർപ്പിക്കുമ്പോൾ നിങ്ങൾ തൊട്ട് ദൈവത്തെ വരെ തൊട്ടിട്ടാണ് നിങ്ങൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ അയ്യപ്പൻ. അത് നമ്മളുടെ കൂടി ആ ഒരു സഹോദര്യ ദൈവമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അയ്യപ്പനും ബാവരും എന്ന പോലെ തന്നെയാണ് ഈ കേരളത്തിൽ ഹിന്ദു മുസ്ലിമും ഒരുമിച്ച് വാഴുന്നത്. അതിനെയാണോ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് എന്നിട്ടും അതിനെയും ന്യായീകരിക്കുക? അപ്പോ ആ ഒരു പാട്ടെഴുതിയ ആളുകളുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിലെ വേദനയാണ് വരികളായിട്ട് എഴുതി വന്നത്. ആ പാട്ടാണോ നിങ്ങളെ ഈ രൂപത്തിൽ കേരളത്തിൽ തോൽപ്പിക്കാനുള്ള കാരണം? ഇനിയും നിങ്ങൾ കരുതിയിരുന്നോളൂ. നിങ്ങളിപ്പോ പറയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരും നിങ്ങൾ? ഈ രൂപത്തിലുള്ള പ്രസ്താവനകൾ നിങ്ങൾ പിൻവലിക്കുമോ? എം മണി പറഞ്ഞത് എന്താണ്? 2000 കൊടുത്തു വാങ്ങി നക്കിയിട്ട് വോട്ടിട്ടില്ല. ഈ 2000 നിങ്ങളുടെ ആരുടെയും തറവാട്ടിൽ നിന്നല്ലടോ എടുത്തു തരുന്നത്, ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരടക്കുന്ന നികുതി പണത്തിൽ നിന്നും അവകാശപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന 2000. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താണ്? പെൻഷൻ 2500 രൂപയാക്കും. എവിടെ 2500 രൂപ? ഇപ്പൊ നിങ്ങൾ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ 400 രൂപ ഉയർത്തിയിട്ട് അത് തന്നിട്ട് അത് വാങ്ങിയ ആ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ ഏത് രൂപത്തിലാണോ കണ്ടത്? നിങ്ങളൊരു വിത്തെറിഞ്ഞു തന്നാല്, നിങ്ങളൊരു ഇലയിട്ട് കൊടുത്താൽ അതിൽ പിടിച്ച് മുങ്ങി താന്നുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് ഉയർത്തി വലുതാക്കുമെന്നോ? കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളൊക്കെ വിവരമുള്ളവരാണോ, വിദ്യാഭ്യാസമുള്ളവരാണോ? അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണോ എന്നുള്ളത് കൂടി പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലെ സ്ത്രീകളെ തൊട്ട് കളിച്ചാൽ ഇത് ഒരു വലിയ അലകടലായിട്ട് തെന്നലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ജയ് UDF.